എൻ്റെ വൈഫ് എന്നെപ്പറ്റി സംസാരിക്കണ കാര്യങ്ങളൊക്കെ ഇപ്പം ഏത് സമയത്താണ് എന്നെപ്പറ്റി ഇങ്ങനെ നെഗറ്റീവ് പറയാൻ തുടങ്ങിയത് എന്നുള്ള ആ ഒരു സമയം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊരുപാട് റീസൺസ് ഉണ്ട്. കാരണം വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ ഓൾറെഡി മുന്നേ ഫാസ്റ്റിലൊരു എനിക്കൊരു നെഗറ്റീവ് ഉണ്ടായത് കൊണ്ട് തന്നെ ആ ഒരു നെഗറ്റീവ് കയറ്റി അവൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പേരിൽ ഒരുപാട് വ്യാജ വാർത്തകളും ഇൻ്റർവ്യൂകളും ഒക്കെ കൊടുത്തിട്ടുള്ളത്. അത് ഏകദേശം ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. ചില സമയം പല ഇൻ്റർവ്യൂവിലും പല രീതിയിലുള്ള കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം ലല്ലു എന്ന് പറയുന്ന പയ്യൻ, അവനാണ് ഇപ്പം എൻ്റെ ലൈഫിൽ വന്ന് എൻ്റെ ജീവിതം നശിപ്പിച്ചത്. എന്തായാലും ഈ ചെക്കൻ മുന്നേ ഇവള് റൂമറി വന്നതിന് ശേഷമാണ് ഇവർ കോണ്ടാക്ട് ചെയ്ത് എന്നൊക്കെയാണ് സഫ പറയുന്ന ഒരു വീഡിയോയിലുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ലല്ലുവിനറിയോ? ലല്ലുവിന് ഞാനിപ്പോ ഈ ഒരു ഇതിലാണ് പരിചയപ്പെട്ടത്. മീൻസ് എന്റെ വണ്ടി ഞാൻ ഒരാൾക്ക് ഊബർ ഡ്രൈവറിന് കൊടുത്തിട്ടുണ്ട്. അവന്റെ ഫ്രണ്ടായിരുന്നു ലല്ലു. ആ വഴിയാണ് ഞാനിപ്പോ ഈ ഒരു പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ കോണ്ടാക്ട് ആയത്. അതുവരെ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല. ലല്ലുവായിട്ട് ഒരു ബന്ധമില്ല, ഒരു പരിചയമില്ല. ഇല്ല ഇല്ല ഇല്ല. നിങ്ങളിപ്പോൾ കാണുന്നത് ലല്ലു ആണ് അവിടെ ഇരിക്കുന്നത്. അവൻ അവിടുന്ന് കിടന്ന് ഓടുന്നതും എൻ്റെ ഫ്ലാറ്റിലാണ് അവൻ കിടന്ന് ഓടുന്ന വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇന്നലത്തെയാണ്, അതായത് 1-ാം തീയതിയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ സഫ ഇങ്ങനെയാണ് പറയണത്. ആക്ച്വലി ഇതിന് മുന്നേ അവർ കോണ്ടാക്റ്റ് ഉണ്ട്, ഇതിന് മുന്നേ അവർ കമ്പനി ഉണ്ട്, അവർ ഫ്ലാറ്റിൽ ഒരുപാട് പ്രാവശ്യം താമസിച്ചിട്ടുണ്ട് ഈ ലല്ലു. അതായത് അവൻ എൻ്റെ ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ട് എന്നുള്ള തെളിവ് ഒരുപാടുണ്ട്. കാരണം അവൻ്റെ ഡ്രസ്സ് അവിടെയുണ്ട്, അവൻ്റെ ഡ്രസ്സ് അലക്കി അവിടെ ആർത്തിയിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവൻ വലിക്കുന്ന ബ്രാൻഡ് സിഗരറ്റ്, അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇട്ട് തരാം. അതേപോലെ തന്നെ ഇതാണ് അവൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ അങ്ങനെ അവിടെ അവൻ ഒരുപാട് താമസിച്ചിട്ടുണ്ട്. അവർ സെക്ഷുവലായിട്ട് ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അവൻ്റെ കൂടെയുള്ള അവർ തന്നെ സത്യം വെളിപ്പെടുത്തിയ കാര്യമാണ്. ഓൾറെഡി അതൊക്കെ ചില ആൾ പറയും സംശയങ്ങളല്ല, ഒരിക്കലും ഒരു സംശയത്തിൽ ഞാൻ ഒരിക്കലും മുന്നോട്ട് പോകാറില്ല. ഇതൊക്കെ സത്യങ്ങളാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നതും. അതിനുള്ള തെളിവ് കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ വ്യാജ വാർത്തകൾ അവൾ ഒരുപാട് കള്ളത്തരങ്ങൾ ഇപ്പോൾ, അതായത് അവനിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്നെ തള്ളിപ്പറയണത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പബ്ലിക് കേരള എന്ന് പറയുന്ന ചാനൽ എന്നും അന്ന് മുതലേ എന്നെ ടോർച്ചർ ചെയ്യുന്നതും എൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ എൻ്റെ നെഗറ്റീവ് മാത്രം ഫോക്കസ് ചെയ്ത് വരുന്ന ആ ഒരു ക്യാരക്ടറാണ് പബ്ലിക് കേരള ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി വേറെ മീഡിയക്കാർ ഒന്നും എനിക്ക് സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. കാരണം അവർക്ക് സത്യാവസ്ഥ അറിഞ്ഞിട്ടും, അതായത് ഒരു ആത്മഹത്യയാണ് എന്ന് മനസ്സിലായിട്ടും അവർ വലിയ വലിയ മീഡിയക്കാരൊന്നും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. പക്ഷെ എന്നെ ഒരു കൊലപാതകയാക്കാന്നുള്ള ലക്ഷ്യത്തിലാണ് ഇവൻ എപ്പോഴും പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ അതിൻ്റെ ബാക്കിൽ കേസ് അന്വേഷിക്കാൻ പോകുന്ന സമയത്തൊക്കെ എന്നെ ഒരു പ്രതിയാക്കിയിട്ട് ഇവർ മാറ്റിയതിന് ശേഷം ഞാൻ ഒരുപാട് തളർന്നു പോയിട്ടുണ്ട്. ഞാൻ ഒരുപാട് നരകിച്ചിട്ടുണ്ട്. എൻ്റെ വൈഫ് പോയ ഒരുപാട് വേദനകൾ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ ഞാൻ ഇത്രയും സ്നേഹിച്ച ആൾക്കാർ എന്നെ, അവൾ ഉപ്പ ഉമ്മ ഒക്കെ ഞാൻ കൊന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് കല്ലായി പോയതാണ്. അവൻ ഒരുപാട് റൂമറീസ് വരുന്നുണ്ട്. ഇപ്പം അവളും കൂടെ എന്നെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ റീസൺ അവൾക്ക് ഒരു ലല്ലു ആയിട്ട് കമ്മിറ്റഡ് ആയതിനു ശേഷമാണ്. അത് ഞാൻ കയ്യോട് പൊക്കിയ കാര്യം, എൻ്റെ കണ്ണോട് ഞാൻ കണ്ട കാര്യം, അതിന് ശേഷമാണ് എന്നെപ്പറ്റി നെഗറ്റീവ്. അതായത് ഞാൻ എൻ്റെ കണ്ണോട് കണ്ട്, അപ്പോൾ കണ്ടതിന് ശേഷം എന്തായാലും പിന്നെ നമ്മൾ ഒന്നിച്ച് പോകില്ല എന്ന് അവൾ തീരുമാനിച്ചു. കാരണം എൻ്റെ കണ്ണോട് ഞാൻ കണ്ടല്ലോ, അപ്പോൾ അവൾക്ക് പിന്നെ ഒന്നിച്ച് പോകാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എന്നെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞിട്ടൊക്കെ. ഞാൻ ആ സ്റ്റോറിയിൽ, ഇപ്പോൾ ഞാൻ അവളെ ഒളിച്ചോടി പിടിച്ചു എന്നൊന്നും ഞാൻ എവിടെയും സ്റ്റോറിയിൽ പറഞ്ഞിട്ടില്ല. ഒളിച്ചോടിയെന്ന് എൻ്റെ വായിൽ നിന്ന് വന്നിട്ടേ ഇല്ല. ഇന്ന പോലെ അവൻ്റെ കൂടെയാണ് നടത്തും കാര്യങ്ങളൊക്കെ. അവളെ 2-3 ദിവസം മിസ്സിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഞാൻ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഫസ്മീൻ്റെ ഹസ്ബൻഡാണെന്നൊക്കെ ഞാൻ അപ്പോഴാണ് അറിയണത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ബാക്കിൽ. ഇവൾ ഈ പറഞ്ഞുണ്ടാക്കുന്ന ഒരുപാട് വ്യാജ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ എന്തായാലും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇങ്ങനെ ഒരുപാട് എന്നെ തളർത്താൻ മാത്രം പബ്ലിക് കേരളയും അതേപോലെ തന്നെ ഇവരും തെറ്റ് ചെയ്യുന്നവരെ നന്മയാക്കിയിട്ട് ഇപ്പോഴത്തെ കാലം ഒരുപാട് തെളിവിന് വേണ്ടി ഞാൻ ഒരുപാട് ഓടി. തെളിവാണ് ഇപ്പോൾ എല്ലാത്തിനും മുഖ്യം. എല്ലാവർക്കും വേണ്ടത് തെളിവ് എന്ന്. കാരണം സത്യത്തിന് ഒരുപാട് തെളിവുകൾ ആവശ്യം. കള്ളത്തിന് ഒറ്റ സംസാരം മാത്രം മതി കള്ളം പറഞ്ഞുണ്ടാക്കാൻ. പക്ഷെ സത്യം തെളിയിക്കാൻ ഒരുപാട് കഷ്ടപ്പാടുകളാണ്. അതുകൊണ്ട് തന്നെ സത്യം വിജയിക്കട്ടെ. അപ്പം ഞാനും ഏതൊരു ഹസ്ബൻഡും ചോദിക്കുന്ന ഒരു കാര്യം, കാരണം വേറൊരു പുരുഷൻ്റെ ഒക്കെ ഇങ്ങനെ കാണുമ്പം
ചോദ്യം ചെയ്ത് ശരി തന്നെയാണ്, ഇത് മോശമല്ലേ എന്ന് ഞാൻ ചോദിച്ച്, അല്ലാണ്ട് ഞാൻ മർദ്ദിച്ചിട്ടോ പിടിച്ചിട്ടൊന്നുമില്ല. അന്ന് തന്നെ ചോദിക്കാം, അന്ന് നമ്മുടെ ഈ ലല്ലു ഇതേപോലെ ഇവിടെ ഡ്രൈവർ എന്ന് പറയുന്നത്, അത് അന്നാണ് അവൻ ഡ്രൈവർ ആയത്. അത് ക്രിയേറ്റ് ചെയ്ത കാര്യമാണ്. അവൻ ഇതുവരെ യൂബർ ഓടിയിട്ടൊന്നുമില്ല. ഡ്രൈവർ എന്നുള്ള ഇവിടെ വ്യാജ വാക്കുകൾ പ്രയോഗിക്കുകയാണ്. അതിനൊക്കെ എല്ലാത്തിനും തെളിവുകൾ കിട്ടിയിട്ടുമുണ്ട്. തിരൂര് വെച്ചിട്ട് ഇവിടെ ഒരുപാട് ഷൂട്ട് കാര്യങ്ങളെന്ന് കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. ഷൂട്ടോ കാര്യത്തിനൊന്നല്ല. അവൾ വണ്ടി, അതായത് ഈ കാറ് വേറൊരു സ്ഥലത്തായിരുന്നു. അത് ലല്ലുവിന് വാങ്ങിച്ച് കാറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വാടകയ്ക്ക് കൊടുത്ത ഒരു വ്യക്തിയുടെ പോയി അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വണ്ടി തിരിച്ച് വാങ്ങിച്ചിട്ട് ലല്ലുവിന് വണ്ടി ഏൽപ്പിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഇവർ മലപ്പുറത്തേക്ക് പോയതിൻ്റെ റീസൺ. ഫസ്റ്റ് പറഞ്ഞ് തൃശ്ശൂർ എന്ന്, പിന്നെ പറഞ്ഞ് മലപ്പുറം. അങ്ങനെ ഒരുപാട് കള്ളത്തരങ്ങൾ അവളെ വായിന്ന് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇവർ ആക്ച്വലി പോയത് ഇങ്ങനെ ഒരു കാര്യത്തിനായിരുന്നു. ഇപ്പം എന്നെപ്പറ്റി ഇങ്ങനെ ഇല്ലാത്ത ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അത് നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകരുത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അവളെ നോക്കി പോറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര വേദനയാണത്. ഒരുപാട് എന്നെക്കൊണ്ട് പറ്റുന്ന ഇതിൽ ഒരു ഉറുപ്പ് ഞാൻ എനിക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടില്ല. എല്ലാം ഞാൻ എൻ്റെ കുടുംബത്തിനും വേണ്ടി ഞാൻ ചിലവാക്കലാണ്. അതായത് എൻ്റെ വൈഫിനും മക്കൾക്കും വേണ്ടിയിട്ട് കുഞ്ഞിയുടെ കാര്യങ്ങളും സാധനങ്ങളൊക്കെ മേടിക്കുന്നത് ഞാനാണ്. ഞാനാണ് അവൾ സെറ്റാക്കണമെന്ന് അവൾ പറയുന്നത്. അവൾക്ക് കിടന്ന ഫണ്ട് കിട്ടണത് അവളൊക്കെ അവളെ നോക്കുന്നതും പിടിക്കുന്നതൊക്കെ ഞാൻ. ആ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫണ്ട് ലോൺ അടക്കുന്നതിൻ്റെ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് സമാധാനത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ തെളിവ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ എന്തായാലും ചെയ്യാം. അതുവരെ നിങ്ങൾ ഈ വ്യാജ വാർത്തകൾ വിശ്വസിച്ച് റമദാൻ മാസം നല്ല രീതിയിൽ പോകേണ്ട ഒരു മാസമാണ്. പഠിച്ചവൻ എന്തായാലും എല്ലാം നല്ല രീതിയിൽ സത്യം വിജയിപ്പിക്കട്ടെ. തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ പഠിച്ചവൻ എന്തായാലും അനുഭവിപ്പിക്കട്ടെ. ഈ റമദാൻ മാസം ഞാൻ പറയുകയാണ്. എന്തായാലും ഈ പബ്ലിക് കേരള എന്നെ വേട്ടയാടിയിട്ട് വർഷങ്ങളായി എന്നെ ഇങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം അവന് റീച്ചാണ് അവൻ്റെ ലക്ഷ്യം, പണം, ചോർച്ച, ഇതൊക്കെയാണ്. കാരണം എൻ്റെ വീഡിയോക്ക് എന്നെ പറ്റി പറയുമ്പോൾ മാത്രമേ റീച്ചുകൾ വരുന്നുള്ളൂ. അതാണ് അവൻ്റെ ലക്ഷ്യം. കാരണം ഞാൻ ചോദിച്ചായിരുന്നു, എന്നെ എന്നൊരു ഡ്രഗ്സ് അഡിക്റ്റാക്കി സഫയടക്കം സ്റ്റേഷനിൽ നിന്നും എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ദുശീലില്ലാത്തൊരു ഫ്രണ്ടിനെ വരെ ഇവരെല്ലാവരും കഞ്ചാവാണെന്നൊക്കെ സ്റ്റേഷനിൽ നിന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. സഫ, നമുക്ക് വേണമെങ്കിൽ അതൊരു ചലഞ്ചായി എടുക്കാം, ഞാൻ ടെസ്റ്റ് ചെയ്യാം, ഞാൻ എന്തെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സിഗരറ്റ് വരെ ഞാൻ വലിക്കാറില്ല. മുന്നേ ഞാൻ വലിച്ചുകൊണ്ടുണ്ടായി, ശരി തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ ഒരു സിഗരറ്റ് വരെ വലിക്കാറില്ല. എല്ലാം സ്റ്റോപ്പ് ചെയ്ത് നല്ലൊരു ജീവിതം തുടങ്ങി മുന്നോട്ട് പോവുകയാണ്. ഫാസ്റ്റ് കഥകൾ, എല്ലാവർക്കും ഒരു ഫാസ്റ്റ് കഥകളുണ്ടാവും. ചെറുപ്പത്തിൽ കുട്ടിപ്രായത്തിൽ ഒരുപാട് അറിയാതെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, സിഗരറ്റ് വലിച്ചിട്ടുണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷേ അത് എല്ലാ കാലവും ഇപ്പം ഖാദർ കരിപ്പൊടിയാണെന്നുണ്ടെങ്കിലും ഒരുപാട് തെറ്റുകൾ പണ്ട് ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് ഇപ്പോഴും പിന്നെയും ആവർത്തിച്ച് ചെയ്യും എന്നാണോ ഉദ്ദേശിക്കുന്നത്? തെറ്റെല്ലാവർക്കും ഒരു പ്രാവശ്യം പറ്റും. പക്ഷേ പഠിച്ചോനെയും പേടിച്ച് ജീവിക്കുന്ന ഇപ്പോഴത്തെ കാലത്ത്, അതായത് ഓരോ പ്രായം കഴിയുമ്പോൾ അതിൻ്റേതായ ഒരു മാറ്റങ്ങൾ എല്ലാവർക്കും വരും. കുടുംബജീവിതം ഞാൻ യൂട്യൂബോ കാര്യമെല്ലാം ഒഴിവാക്കി പണിയെടുത്ത് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ടായതാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ലല്ലു എന്ന് പറഞ്ഞ ചെക്കൻ വന്ന് എൻ്റെ ജീവിതം നശിപ്പിച്ച് ഇങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വ്യാജ വാർത്തകളൊന്നും വിശ്വസിക്കുന്നതിന് മുന്നേ ശരിക്കും ഈ കാര്യങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞ് വിശ്വസിക്കുക, അല്ലാതൊന്നും വിശ്വസിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ.